ഭാര്യ മരിച്ച ദുഃഖത്തിരിക്കുന്ന കിളവനാണെങ്കിൽ നേരെ ട്രിപ്പ് പോയിട്ട് ടീനേജ് പെമ്പിള്ളാരെ എല്ലാം വളയ്ക്കാൻ വേണ്ടി നോക്കുന്നു. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2016 റിലീസ് ചെയ്ത ഡേർട്ടി ഗ്രാൻഡ് മാ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമയോടെ നമ്മളെ കാണിക്കുന്നത് ഒരു ലോയറായിട്ടുള്ള ജെയ്സനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ വല്യമ്മയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് അവൻ്റെ കസിനായിട്ടുള്ള നിക്ക് വന്നിട്ട് പറയുന്നത് അവൻ്റെ വല്യമ്മയാണ് ഈ ക്യാൻസർ ബാധിച്ച് മരിച്ചൊന്നുമല്ല, അവൻ്റെ വലിയച്ഛൻ തന്നെ തല്ലിക്കൊന്നതായിരിക്കും എന്നൊക്കെ. ഉടനെ ജെയ്സൺ ചോദിക്കും ഇവനാണെങ്കിൽ ഇന്ന് അടിച്ച സാധനം ഏതാ, ഇന്ന് ഭയങ്കര ഹൈലാണല്ലോ എന്ന് പറഞ്ഞ് അവനെയാണെങ്കിൽ അവിടെ നിന്നൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി നോക്കും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ഡിക്ക് അങ്ങോട്ട് കടന്നു വരും. പിന്നീട് ഇരിക്കുകയാണെങ്കിൽ അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള ലാസ്റ്റത്തെ പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാമാണെങ്കിൽ ജെയ്സണും അവൻ്റെ കാമുകിയായിട്ടുള്ള മെർഡേറ്റും കൂടെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. അവരുടെ കല്യാണമാണെങ്കിൽ തൊട്ടടുത്ത ആഴ്ച തന്നെ നടത്താൻ പോകുമായിരുന്നു. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഡിക്കാണെങ്കിൽ ഇവരോട് വന്നിട്ട് അവൻ്റെ കൂട്ടുകാരനുള്ള സ്റ്റിങ്കിനെ കാണാൻ വേണ്ടി ഫ്ലോറിഡ വരെ പോകുന്നതിനെപ്പറ്റി ചോദിക്കുന്നത്. ഇവനെ ഡ്രൈവിംഗ് അറിയാത്തതുകൊണ്ട് അവിടെ വരെ ജെയ്സൺ കൊണ്ടുവിടാമെന്ന് ചോദിക്കും. പക്ഷേ തൊട്ടടുത്താഴ്ച കല്യാണമായിരുന്നതുകൊണ്ട് ജെയ്സൻ്റെ അച്ഛനായിട്ടുള്ള ഡേവിഡാണ് അതിനൊന്നും സമ്മതിക്കത്തില്ല. എന്നാൽ ജെയ്സൺ ആണെങ്കിൽ ഗ്രാൻഡ് ബായുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞ ആ കാര്യത്തിനൊക്കെ സമ്മതിക്കും. പിറ്റേ ദിവസം ജെയ്സൺ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കിനും മെർഡേറ്റ് ആണെങ്കിൽ അതിലൊന്നും വലിയ സന്തോഷത്തില്ലായിരുന്നു. പിന്നീടാണ് ഇവനെ നിർബന്ധിച്ച് അവളുടെ പിങ്ക് കാറായിട്ടുള്ള മിനി കൂപ്പർ കൊടുത്തു വിടുന്നത്. ചെറിയൊരു ദൂരമല്ലേ പോകുന്നുള്ളതെന്ന് പറഞ്ഞ്. അങ്ങനെ ജെയ്സൺ ആണെങ്കിൽ ഡിക്കിൻ്റെ വീട്ടിൽ ചെല്ലും. അപ്പോൾ അധികമാണെങ്കിൽ അവൻ്റെ വല്യപ്പനെ തപ്പി ചെല്ലുമ്പോഴത്തേക്കിനും പുള്ളി അകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് ഇവനാണെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോരും. അത് കഴിയുമ്പോഴത്തേക്കിനും പുള്ളി അതെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് വന്നിരിക്കും. പുള്ളിക്കാണെങ്കിൽ ഭാര്യ മരിച്ചതിൻ്റെ ഒരു വിഷമമില്ലായിരുന്നു. വീണ്ടും ഡബിൾ എനർജി ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ ഡ്രൈവ് ചെയ്ത് ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്കാണ് ഇടയ്ക്ക് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുന്നത്. അങ്ങനെ ഡിക്കാണെങ്കിൽ 2 ലിക്കർ മേടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോകും. ഇതേസമയത്താണ് തൊട്ട് ഓപ്പോസിറ്റ് ഭക്ഷണം കഴിക്കാൻ വന്ന ഷാദിയ എന്ന് പറഞ്ഞ പെൺകുട്ടി ഇവനെ നോട്ട് ചെയ്യുന്നത്. അവളാണെങ്കിൽ ഇവൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. പതിയെ ഷാദിയാണെങ്കിൽ ഇവനോട് പരിചയം പുതുക്കാൻ വേണ്ടി അങ്ങോട്ട് വരും. പക്ഷേ അവനാണെങ്കിൽ വർക്കിൻ്റെ തിരക്കിലായിരുന്നുകൊണ്ട് ഇവളെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ഇവള് വൈറ്റ്രസ് ആണെന്നവർക്ക് തൽക്കാലം അവൾക്ക് പൈസ ടിപ്പായിട്ട് കൊടുത്തിട്ട് വിടും. അവളാണെങ്കിൽ ആ പൈസ എടുത്ത് കൂട്ടുകാരെ വിട്ട് ആ സ്ഥലം വിടും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിനും യഥാർത്ഥ വെയിറ്റർസ് വരുമ്പോഴത്തേക്കിനും ഇവൻ അമളി പറ്റിയത് പിടി കിട്ടുന്നത്. ഇവനുടനെ തന്നെ അവരുടെ അടുത്തേക്കും അവരാണെങ്കിൽ കാറ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് കാറ് സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ അവരെ അവിടെ പിടിച്ച് വെക്കുമ്പോഴാണ് ഷാദിനെ കണ്ട് ഇവന് പിടി കിട്ടുന്നത്. ക്ലാസ്മേറ്റ് ആയിരുന്നല്ലോ എന്ന്. അങ്ങനെ അവനാണെങ്കിൽ അവളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അവനെ ഡിക്ക് അങ്ങോട്ട് ഓടി വരുന്നത്. അവനാണെങ്കിൽ കോളേജിലെ പ്രൊഫസറാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെട്ടു. ഇതേക്കുന്ന ലിയനാറോയ്ക്കാണെങ്കിൽ അവനോട് ഒരു അട്രാക്ഷൻ തോന്നി തുടങ്ങും. അവൾ നൈസായിട്ട് അവനോട് വെർട്ട് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ ഡയോട്ട ബീച്ചിലേക്കും കൂടെ വരാൻ വേണ്ടി പറയും. പിന്നീട് ഇവർ പോകുന്നതെന്ന് വെച്ചാൽ ഗോൾഫ് കളിക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനാണ് ഡിക്കാണെങ്കിൽ ദൂരെ നിന്ന് 2 പെണ്ണുങ്ങൾ നിൽക്കുന്നത് കാണുന്നത്. ഉടനെ തന്നെ അവരോട് ഫ്ലിർട്ട് ചെയ്യാൻ വേണ്ടി ഇവനാണെങ്കിൽ വണ്ടി എടുത്ത് എന്നിട്ട് അവരോട് പറയും പ്രൊഫഷണൽ ഗോൾഫ് ഫാനാണെന്നും ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ഇവൻ അറിയാമെന്നും പറഞ്ഞ് അവരെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അവരുമായിട്ട് ഗോൾഫ് കളിച്ച് ഫ്ലിർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവനാണെങ്കിൽ ഇച്ചിരി വെള്ളം കുടിക്കാനാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന സമയം നോക്കി ജെയ്സൺ അവരോട് പറയും അതിവൻ്റെ വലിയച്ഛനാണെന്നും അതുപോലെ തന്നെ വല്യമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുള്ളി അത്ര നോർമൽ അല്ലെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നും. ഇത് കേട്ട പെണ്ണുങ്ങളാണെങ്കിൽ അവിടെ നിന്ന് പേടിച്ച് പോകും. ഇത് കാണുമ്പോഴത്തേക്കും ഡിക്കിന് ഭയങ്കര വിഷമാവും. അവനാണെങ്കിൽ ഒന്ന് ജെയ്സനോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ജെയ്സൺ എടുത്ത് ഗോൾഫ് കളിക്കാൻ നേരത്താണ് ഡിക്കാണെങ്കിൽ ഇവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഡിക്കിനാണെങ്കിൽ ലിയനോറയുടെ മെസ്സേജ് വരുന്നത് അവരെ ആ ബീച്ചിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഉടനെ തന്നെ ഡിക്കാണെങ്കിൽ ആ വണ്ടി എടുത്ത് പോകും. ജെയ്സണും പുറകെ അങ്ങ് പോകും. പിറ്റേ ദിവസം ഇവരാണെങ്കിൽ ബീച്ചിൽ പോകാൻ വേണ്ടി പകുതി നിൽക്കുമ്പോഴത്തേക്കും ഒടുക്കത്തെ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ വെച്ചാണ് ജെയ്സണെ ആണെങ്കിൽ അവൻ്റെ ഗേൾ ഫ്രണ്ട് വിളിക്കുന്നത്. ഉടനെ തന്നെ ഇവൻ്റെ ഫോൺ താഴോട്ട് പോകും. അങ്ങനെ അവിടെ നിന്ന് ഫോൺ എടുക്കാൻ പാടായതുകൊണ്ട് ഇവനാണെങ്കിൽ അത് ലൗഡ് സ്പീക്കർ ഇടും. അപ്പോഴത്തേക്കിനും അവിടുത്തെ ബഹളവും കാര്യങ്ങളും എന്നൊക്കെ ഇവൾക്കാണെങ്കിൽ മനസ്സിലാവും അവരാണെങ്കിൽ ആ ബീച്ചിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ കുറേ നേരം ഇരുന്നവനോട് ചൂടൊക്കെ ആവും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവരാണെങ്കിൽ ആ ബീച്ചിലെത്തിപ്പെടും. അന്നേരം അവനെ ഷാദിയാണെങ്കിൽ വന്ന് ജെയ്സനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ഡിക്കാണെങ്കിൽ ലിയനോറയുമായിട്ട് ഫ്ലിർട്ട് ചെയ്ത് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. അന്നേരമാണ് ലിയനോറയുടെ ഫ്രണ്ടായിട്ടുള്ള കോടിയും പ്രായും കൂടെ അങ്ങോട്ട് വരുന്നത്. അവർക്ക് 2 പേർക്കും ഇവരെ അങ്ങ് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. എന്നിരുന്നാലും അവരാണെങ്കിൽ ഇവരെ ഒരു ഡ്രിങ്കിങ് കോമ്പറ്റീഷനിലേക്ക് ക്ഷണിക്കും. അങ്ങനെ കോമ്പറ്റീഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഡിക്കാണെങ്കിൽ നൈസായിട്ട് പോയിട്ട് അതിൻ്റെ അകത്തൊരു കപ്പിൻ്റെ അകത്തിട്ട് ഡ്രഗ്സ് കലക്കുന്നത്. അവൻ ഉദ്ദേശിച്ചത് മറ്റവർക്ക് ഇട്ടാണെങ്കിലും ആ മത്സരത്തിൻ്റെ ഇടയിലാണെങ്കിൽ ജെയ്സൺ അറിയാതെ അതെടുത്ത് അങ്ങ് കുടിക്കും. അതെല്ലാം കഴിഞ്ഞ് ഇവരാണെങ്കിൽ അടുത്തൊരു പാർട്ടിയിലേക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി പോകും. അന്നേരമാണ് ജെയ്സൺ ആണെങ്കിൽ അതിൻ്റെ മരുന്നിൻ്റെ എഫക്റ്റ് അങ്ങ് ശരിക്കും തലയ്ക്ക് പിടിക്കാൻ തുടങ്ങുന്നത്. ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഫീൽ ചെയ്തിട്ട് കിടന്ന് കിറങ്ങാൻ തുടങ്ങും. പെട്ടെന്ന് അങ്ങോട്ട് ഒരു ലോക്കൽ ഡ്രഗ് ഡീലർ വരും. ഇവനാണെങ്കിൽ ആ ഡ്രഗ് ഡീലറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് വീണ്ടും ഒരു സാധനം വലിക്കും ആ കിക്കെല്ലാം പോകാൻ വേണ്ടി. പക്ഷേ അത് വലിച്ചോടുകൂടി ഇവൻ്റെ കിക്ക് വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. ശരിക്കും വട്ട് പിടിച്ച പോലാവും. ഇവനാണെങ്കിൽ തുണിയെല്ലാം ഊരിട്ട് ഓരോരുത്തരുടെ കൂടെ കിടന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങും. ഡിക്കാണെങ്കിൽ ഇവനെ സഹായിക്കുന്നതിന് പകരം അതെല്ലാം വീഡിയോയും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. ഇച്ചിരി കഴിഞ്ഞ് ഇവനാണെങ്കിൽ തുണിയൊന്നും എടുക്കാതെ ബൈക്ക് എടുത്ത് നേരെ ബീച്ചിലോട്ട് പോകും. പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ ഇവൻ ബീച്ചിൻ്റെ നടുക്ക് ഒറ്റപ്പെട്ട് തുണിയൊന്നുമില്ലാതെ എഴുന്നേറ്റിരിക്കും. അന്നേരമാണ് ഇവനെ കാമുകി വിളിക്കുന്നത്. അവളുടനെ തന്നെ ഇവനെ വീഡിയോ കോൾ വിളിക്കണമെന്ന് പറയും. ഇവൻ വീഡിയോ കോൾ ഓപ്പൺ ആകുമ്പോഴത്തേക്കിനും അവൻ നോക്കുമ്പോഴത്തേക്കും അവളുടെ ഫാമിലി ഫുള്ളുണ്ടായിരുന്നു ഇവനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവളാണെങ്കിൽ ഇവൻ്റെ നെറ്റിലെ പാട് എന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞ് ഡൗട്ട് അടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് ഇവൻ പെട്ടെന്ന് ഫോണിൽ ഒരു എഫക്റ്റ് ഇട്ട് അത് മറയ്ക്കാൻ വേണ്ടി നോക്കും. ഇവനും അങ്ങനെ പതിവ് ഒരു വിധത്തിൽ സംസാരിച്ച് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൊച്ചുപയ്യൻ വന്ന് ഇവൻ ശല്യപ്പെടുത്താൻ നോക്കുന്നത്. അന്നേരം ഇവനാണെങ്കിൽ ആ പയ്യനെ തള്ളി വിട്ടുകൊണ്ടിരിക്കും. കൊച്ചിൻ്റെ ഫാദർ ആണെങ്കിൽ ഇത് കണ്ടിട്ട് ഇവനെന്തോ ആ കൊച്ചിനെ ചെയ്യുവാന്നോർത്ത് അവൻ ചെന്ന് അവിടെ കിടന്ന് വള്ളി പിടിക്കും. ഇവൻ ഫോൺ ഓഫ് ആക്കിയിട്ട് പുള്ളിയോടെ സംസാരിച്ച് ഡീൽ ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷേ പുള്ളി അതിന് സമ്മതിക്കാതെ ഇവനുമായിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും.
നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആ പ്രശ്നത്തിന് പിന്നെ പോലീസ് വന്ന് ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ പോലീസുകാരുടെ വക്കീലാന്ന് പറയും. പക്ഷേ അവരാണെങ്കിൽ ഇവൻ്റെ കോലൊക്കെ കണ്ടിട്ട് സമ്മതിച്ച് കൊടുക്കത്തില്ലായിരുന്നു. അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്കും ഡിക്ക് വന്നിട്ട് ഇവനെ വെളിയിലേക്ക് ഇറക്കും. ഇവന് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നോണ്ട് തൽക്കാലം അവിടുത്തെ പെണ്ണുങ്ങളെന്ന ഡ്രസ്സ് ഇവന് കൊടുക്കും. ജെയ്സൺ ആണെങ്കിൽ ഡിക്കിനെ കാണുമ്പോൾ തന്നെ ദേഷ്യപ്പെടും. അവനാണെങ്കിൽ ഇതൊക്കെ കൊണ്ട് മടുത്തു. അതുകൊണ്ട് ഉടനെ തന്നെ ഇവൻ്റെ കൂട്ടുകാരനുള്ള സ്റ്റിങ്കിനെ കാണാൻ പോകാമെന്ന് പറയും. അങ്ങനെ ഇച്ചിരി ഡിക്കിനെ കൂടെ ജെയ്സൺ ആണെങ്കിൽ സ്റ്റിങ്കിയുടെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് സ്റ്റിങ്കി ഡിക്കിനോട് പറയുന്നത് അവന് ഇനി 1 മാസം കൂടി ആയുസുള്ളൂ. അതുകൊണ്ട് ഇവന് അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചിക്കനെ സെറ്റ് ആക്കുക എന്നുള്ളതാണെന്നൊക്കെ പറയും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കാണ് ജെയ്സൺ ഡിക്ക് ഇങ്ങനെ നടക്കുന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അങ്ങനെ പിന്നീട് ജെയ്സൺ ആണെങ്കിൽ ഡിക്കിനെയും കൊണ്ട് നേരെ ബീച്ചിൽ കൊണ്ടുവിടും. അവിടെ ആണെങ്കിൽ ഒരു ഡാൻസ് പാർട്ടി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഫ്ലെക്സിങ് കോമ്പറ്റീഷൻ നടത്തും. അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കോടിയും ബ്രായും കൂടെ ആണെങ്കിൽ ഇവരെ രണ്ടുപേരെ അതിലേക്ക് ക്ഷണിക്കും. അങ്ങനെ ഇവരാണെങ്കിൽ അത് മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജെയ്സൺ ശ്രദ്ധിക്കുന്നത് അവിടെയുള്ള എല്ലാവരും വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ആ വീഡിയോ വൈറലായി കഴിഞ്ഞ് ഇവിടെ ലോയർ ജോലിയെ ബാധിക്കുന്നുണ്ട്. ഇവൻ അവിടെ നിന്ന് തൽക്കാലം അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് മാറിപ്പോകും. അങ്ങനെ ഇവരെ മാറിക്കൊണ്ട് പതിയെ കോടിയും ബ്രായും കൂടെ ചെയ്യിക്കും. പക്ഷേ ഇതാണെങ്കിൽ ഡിക്കിന് ഇഷ്ടപ്പെടത്തില്ല. ഡിക്കാണെങ്കിൽ ഓൾറെഡി എക്സ് മിലിറ്ററി ആയിരുന്നുകൊണ്ട് അവിടെ ഇരുന്ന് കുപ്പിയും കുറേ സാധനങ്ങളും വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള കൊണ്ട് ഒരു സെറ്റിംഗ് ഉണ്ടാക്കും. എന്നിട്ട് നേരെ കോടിയുടെ മൂക്കിലേക്ക് ഒരു സാധനം ഷൂട്ട് ചെയ്ത് വിടും. കോടിയാണെങ്കിൽ മൂക്കും കൂടി ചോര വിളിച്ച് അവിടുന്ന് താഴെ വീണ് കിടക്കും. പിന്നീട് വീട്ടിൽ വന്ന് അവർ രണ്ടുപേരുവാണെങ്കിൽ അന്നൊരു നൈറ്റ് ക്ലബ്ബിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കും. അവിടെ ഷാദിയും ലിയനോറും കൂടി ഇവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അവിടെ ചെന്ന ശേഷമാണെങ്കിൽ ഇവർ ശരിക്കും എൻജോയ് ചെയ്യും. അന്നേരം വന്ന് ഷാദിയുടെ ലിയനോറുടെയും കൂട്ടുകാരനായിട്ടുള്ള ബ്രാഡ്ലിനെ അവിടെയുള്ള കുറേ ഗാങ്ങാണെങ്കിൽ പിടിച്ച് കളിയാക്കുകയും അവിടെ വെച്ച് അടിക്കാനും ഒക്കെ നോക്കുന്നത്. ഇത് കാണുന്ന ഡിക്കാണെങ്കിൽ അതിൽ കയറി ഇടപെടും. എന്നിട്ട് പറയും ഇതിൻ്റെ അകത്ത് വെച്ച് ഒരു അടി വേണ്ട, പുറത്തോട്ട് ഇറങ്ങിയിട്ട് അടി തുടങ്ങാമെന്ന് പറയും. ഡിക്ക് ഓൾറെഡി എക്സ് മിലിറ്ററി ആയതുകൊണ്ട് അവരെല്ലാം തല്ലിയിട്ട ശേഷം അമ്മാരെ കൊണ്ട് ബ്രാഡ്ലിയോട് മാപ്പ് പറയിപ്പിക്കും. പിന്നീട് അവരാണെങ്കിൽ ഒരു ക്ലബ്ബിലേക്ക് പോയി ആഘോഷിക്കാൻ വേണ്ടി തുടങ്ങും. ഇതേസമയം ഷാദിയും ജെയ്സണും കൂടെ പാട്ട് പാടാൻ വേണ്ടി തുടങ്ങും. അന്നേരമാണ് കോടിയാണെങ്കിൽ നൈസായിട്ട് അവിടെ ഒളിഞ്ഞു വന്നിട്ട് ജെയ്സൻ്റെ ബാഗിൻ്റെ അകത്ത് കുറേ കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഡിക്കും ജെയ്സനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാലാണ് ജെയ്സൺ ആണ് കുറ്റബോധം കൊണ്ടിരിക്കുമായിരുന്നു. കാരണം അവൻ്റെ കല്യാണം ഉടനെ വരുവാന്നും അതാണെങ്കിൽ ഉടനെ തന്നെ ഷാദിയോട് ചെന്ന് പറയാൻ പോകാമെന്ന് പറയും. പക്ഷേ ഡിക്കാണെങ്കിൽ അത് അവളോട് പറയുന്നതിനെ പറ്റി തടയും. ജെയ്സൺ ആണെങ്കിൽ എന്തൊക്കെയാണെങ്കിലും പറഞ്ഞിട്ടേ ഉള്ളെന്ന് പറഞ്ഞ് ഷാദിയുടെ അടുത്തേക്കില്ലും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ കോടി നിൽപ്പുണ്ടായിരുന്നു. കോടിയാണെങ്കിൽ നേരെ അവന് മൂക്കിന് ഒരു ഇരി കൊടുത്തിട്ട് ഷാദിയുടെ മുമ്പ് വെച്ച് സത്യമെല്ലാം വിളിച്ച് പറയും. അവനൊരു പ്രൊഫസർ അല്ലെന്നും അതുപോലെ തന്നെ ഇവൻ്റെ കല്യാണം ഉറപ്പിച്ചേക്കുവാന്നും. അത് കേൾക്കുമ്പോഴത്തേന് ഷാദിക്ക് ശരിക്കും വിഷമമാവും. ജെയ്സൺ ആണെങ്കിൽ അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കും. പക്ഷേ അവൾക്കാണെങ്കിൽ ഇവനോടുള്ള വിശ്വാസമെല്ലാം പോയായിരുന്നു. അതേസമയം ലീനോറയ്ക്കാണെങ്കിൽ ഇതൊന്നൊരു പ്രശ്നമേ അല്ലായിരുന്നു. അവൻ പ്രൊഫസർ അല്ലേ പോലും ഡിക്കിനോട് ഇഷ്ടം തന്നെയായിരുന്നു അവൾക്ക്. അങ്ങനെ അവൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പോലീസുകാർ കയറി വന്നിട്ട് കഞ്ചാവ് കേസിന് ജെയ്സനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. പിറ്റേ ദിവസം ഡിക്കി ചെന്ന് വീണ്ടും ജെയ്സനെ വെളിയിലോട്ട് ഇറക്കും. വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് ഡിക്കാണെങ്കിൽ യഥാർത്ഥ സത്യം പറയുന്നത്. കാരണം അവന് ട്രിപ്പെല്ലാം ചെയ്തതെന്ന് വെച്ചാൽ ഇവൻ്റെ കല്യാണം മുടക്കാൻ തന്നെ ആയിരുന്നു പറയും. കാരണം മെറിഡേറ്റ് ആണെങ്കിൽ ഇവന് ഒരിക്കലും മാച്ചല്ലെന്നുള്ള കാര്യമാണ് ഡിക്ക് പറയുന്നത്. ഇരിക്കുമ്പോഴത്തേനും ജെയ്സന് ദേഷ്യം വരും. അവനാണെങ്കിൽ ഇങ്ങനോട് കല്യാണത്തിന് പോലും വന്നേക്കല്ലെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെട്ടു പോകും. അങ്ങനെ അവർ ആ കല്യാണ ദിവസം വന്ന് മെറിഡേറ്റ് ആണെങ്കിൽ പതിയെ സ്റ്റേജിൽ കയറി പാടിക്കൊണ്ടിരിക്കുന്നു. പുറകിൽ അവർ റൊമാൻറ്റിക് പിക്കൊക്കെ ഇട്ടുണ്ട്. ഇതേ സമയത്താണ് ഡിക്കാണെങ്കിൽ ഒരു ഹാക്കറിനെ ഹയർ ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്തിരുന്ന് ഹാക്ക് ചെയ്തിട്ട് ആ സ്ക്രീനിലെ പിക്ചറെല്ലാം മാറ്റുന്നത്. അവിടെയാണെങ്കിൽ ജെയ്സണും ഷാദിയും കൂടെയുള്ള പിക്കുകളെല്ലാം തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഇതാണെങ്കിൽ മെറിഡേറ്റ് തന്നെ ഷോക്കായിട്ട് കിടന്ന് കാറുമ്പോഴാണ് ജെയ്സൺ വന്നിട്ട് ആദ്യമായിട്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. അവൻ പറയും ഇവളെ മാറി ചെയ്യുന്നത് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറയും. അന്നേരമാണ് ഇവളാണെങ്കിൽ തിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി പറയുന്നത്. കാരണം ഇവൻ പോയ സമയത്തെല്ലാം ഇവളാണെങ്കിൽ നിക്കിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയായിരുന്നെന്ന്. അങ്ങനെ ജെയ്സൺ ആണെങ്കിൽ ഹാപ്പിയോട് കൂടി വീട്ടിലേക്ക് വരുമ്പോഴാണ് അവിടെ ഡിക്കി ഇപ്പോൾ ഉണ്ടായിരുന്നു. ഡിക്കി എന്നിട്ട് പറയും ഷാദിയാണെങ്കിൽ ഉടനെ തന്നെ നാട് വിട്ടു പോകുക, അവളെ ജെയ്സ് എത്തി പിടിക്കണമെന്നും. ഇവർ നേരെ തന്നെ ഡ്രഗ് ഡീലർ ഐസ്ക്രീം വീക്കിൻ്റെ ബസ്സിൽ കയറി അവിടുന്ന് പോകാൻ വേണ്ടി നോക്കും. അത് കഴിഞ്ഞ് ഇവർ 3 പേരും കൂടെ ആ ബസ് എടുത്ത് പുറകെ പോകും. ഇടയ്ക്ക് വെച്ച് സ്പീഡ് കൂട്ടി ട്രാഫിക് എല്ലാം തെറ്റിച്ച് പോകുമ്പോഴത്തേക്കും പോലീസുകാർ ഇവരെ ചേസ് ചെയ്ത് പിടിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഡിക്കിൻ്റെ ഡ്രൈവിംഗ് സ്കിൽ കൊണ്ട് ഇവരാണെങ്കിൽ കറക്റ്റ് ബസ്സിനെ പിടിച്ച് ആ പുള്ളിയോട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയും. പക്ഷേ പുള്ളിക്കാണെങ്കിൽ ഓൾറെഡി ആ ഡ്രഗ് ഡീലറുമായിട്ട് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ബസ്സാണ് സ്റ്റോപ്പ് ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ ഡിക്കാണെങ്കിൽ ഏറ്റവും അവസാനം ബസ്സാണെങ്കിൽ അങ്ങോട്ട് ഇടിച്ച് കയറ്റി അങ്ങ് നിർത്തിപ്പിക്കും. പിന്നീട് ഒട്ട് സമയം കളയാതെ ജെയ്സൺ ആണെങ്കിൽ ഷാദിയോട് എന്ന് ചെയ്ത് തെറ്റിനെല്ലാം മാപ്പും ചോദിച്ച് അവളുടെ കൂടെ ജീവിക്കാൻ ഇനി ആഗ്രഹവും ഇവരാണെങ്കിൽ ഇപ്പോൾ ഒരു ജോലിയില്ല, ഇവർക്കെല്ലാം ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറയും. ഷാദി അത് അക്സെപ്റ്റ് ചെയ്ത് അവരാണെങ്കിൽ കിസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പോലീസുകാർ ഓടി വന്ന് ഇവനെ പിടിക്കാൻ വേണ്ടി നോക്കുന്നത്. അന്നത്തേക്ക് ജെയ്സൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് വന്ന് ആ പേസ് പ്രശ്നമെല്ലാം സോൾവ് ചെയ്ത് വിടും. പിന്നീട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ലീനോർ വെയിറ്റ് ചെയ്യുമായിരുന്നു. അവൾക്കാണെങ്കിൽ ഇവൻ പ്രൊഫസർ അല്ലെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. ഇവൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ച് വന്നായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ച് അങ്ങ് ബന്ധപ്പെടും. പിന്നീട് സിനിമയുടെ ഏറ്റവും അവസാനം നമ്മളെ കാണിക്കുന്നത് ജെയ്സണും ഷാദിയും കൂടെ ഒരു കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിലച്ഛൻ്റെ ഫ്രണ്ട് നിൽക്കുന്നതാണ്. അത് കഴിയുമ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ആ കൊച്ചെന്ന് പറഞ്ഞാൽ ഡിക്കിൻ്റെ ലിയനോറയുടെയും കൊച്ചാണെന്നും അതുപോലെ തന്നെ ലിയനോറയാണെങ്കിൽ ഇവൻ്റെ സ്റ്റെപ്പ് ഗ്രാൻഡ് മദറായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. അതോടുകൂടി സിനിമ അവിടെ അവസാനിക്കും.